ഇല്ലെങ്കിൽ പോട്ടെ പുല്ലെന്ന് പറയാൻ പഠിപ്പിക്കാൻ പറ്റണം. രണ്ട് ഫാമിലിയും ഒരു കൗൺസിലറിന്റെ അടുത്ത് പോയി കൗൺസിൽ എടുത്തതിന് ശേഷം മാത്രമേ ഒരു വിവാഹത്തിലോട്ട് പോകാൻ പാടുള്ളൂ. മനസ്സിലായി? അല്ലാതെ പോകരുത്. അവനിൽ നിന്നുണ്ടാവുന്ന കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി ഉള്ള ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന അച്ഛനമ്മയും. സ്ത്രീകളാണ് ഏറ്റവും വലിയ ശത്രു, ഒരിക്കലും പുരുഷന്മാരല്ല. വരാനിരിക്കുന്നത് വരുമെന്നേ, നമ്മളിപ്പോൾ അതിനകത്ത് തടയാനൊന്നും പറ്റുന്നില്ല. പക്ഷേ ഈ ഭയം ഉണ്ടല്ലോ, പുറത്തോട്ട് ഇറങ്ങാൻ ഭയോ പേടി. എന്താ കാരണം? സ്വന്തം അച്ഛനമ്മയും വീട്ടുകാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? പുറത്തോട്ട് ഇറങ്ങിയ പ്രശ്നമാണ്. അതല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് വേണമെങ്കിൽ കാരണം ഉത്തരവാദിത്തം എടുത്തിട്ട് ആൺകുട്ടിക്ക് പുറത്തു വേണമെങ്കിൽ ജോലിക്ക് പോവാം. ഇല്ലെങ്കിൽ ആൺകുട്ടിക്ക് വീടിൻ്റെ അകത്തിരുന്ന പെൺകുട്ടിക്ക് പുറത്തേക്ക് ജോലിക്ക് പോവാം. ഈ വിവാഹശേഷം പെൺകുട്ടികളെ അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ പാടില്ല, ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. എന്നിട്ടും പല കുടുംബങ്ങളിലും ഇത്തരത്തിലുള്ള പീഡനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് അടിയും ചവിട്ടും ഒക്കെ കൊണ്ടിട്ടും വീണ്ടും എന്തുകൊണ്ടായിരിക്കാം ആ ഒരു പെൺകുട്ടികൾ അവിടെ തന്നെ നിലനിന്ന് പോകുന്നത്? ഒറ്റത്തരേ ഉള്ളൂ. ഒന്ന്, അവർ സ്ത്രീകളാണെന്നുള്ള അവരുടെ വിശ്വാസം, സ്ത്രീകളാണ് എന്നുള്ള വിശ്വാസം. രണ്ട്, ഇൻസെക്യൂരിറ്റി. അവർക്ക് അവരെ വിശ്വാസമില്ല, ഇൻസെക്യൂരിറ്റിയാണ്. അവർ എന്തിനൊക്കെയോ ഭയപ്പെടുന്നുണ്ട്. ആ ഭയത്തിനേക്കാളും നല്ലത് വീടിൻ്റെ അകത്തിരുന്ന് അടി കൊള്ളുന്നതാണെന്നുള്ളൊരു ചിന്തയിലോട്ട് ഇവരെത്തും. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻസെക്യൂരിറ്റി, അതായത് ഒരു ട്രസ്റ്റ് ഇല്ല അവർക്ക്. പുറത്തോട്ട് ഇറങ്ങി ഒരു കാര്യം ചെയ്യാനോ ഒറ്റയ്ക്ക് പോകാനോ ഇതിനൊന്നും പ്രശ്നമില്ല. എന്താ അതിൻ്റെ കാരണം? പലപ്പോഴും പെൺകുട്ടികളെ വീടിൻ്റെ അകത്ത് വളർത്തുന്ന സിസ്റ്റം അങ്ങനെയാണ്. അച്ഛനും അമ്മയും ഉപദ്രവിച്ചാൽ, നമ്മൾ പെൺകുട്ടികളുടെ കാര്യം മാത്രം പറയുന്നത്, ആൺകുട്ടികൾക്കും സെയിം ഇൻസിഡൻറ്റ് സംഭവിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഒരു പെൺകുട്ടീനെ വീട്ടിൽ വളർത്തുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ച് നോക്കിയോ. ആദ്യം തന്നെ എടുത്തു നോക്കിക്കോ വേണമെങ്കിൽ എങ്ങനെയാണെന്ന്. ഒരു കാലഘട്ടം വരെ, ഒരു പക്ഷേ ഇപ്പോഴും ഡിപ്പെൻഡഡ് ആക്കുക. അതായത് അച്ഛൻ പറയുന്നതാണ് ശരി, അമ്മ പറയുന്നതാണ് ശരി. ഒരു 10-16 വയസ്സിന് ശേഷം അതിൽ ചിന്തിക്കുന്നതൊന്നും അത്രയും ശരിയായിരിക്കില്ല. സമൂഹം ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട്, ഇന്ന അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. എന്നിട്ടോ വരാനിരിക്കുന്നത് വരുമെന്നേ, നമ്മളിപ്പോൾ അതിനകത്ത് തടയാനൊന്നും പറ്റുന്നില്ല. പക്ഷേ ഈ ഭയം ഉണ്ടല്ലോ, ഈ ഭയം ചെറുപ്പം മുതലേ പെൺകുട്ടികളിൽ ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് വെച്ചേക്കാം. എന്താ കാര്യം എന്ന് അറിയാമോ? അത് ഈ പെൺകുട്ടികൾ ഒന്ന് കുഞ്ഞുങ്ങളെ പേടിപ്പിക്കുന്നത് എന്തിനാ? ഒരു തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതെ, ഈ തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി പേടിപ്പിക്കുന്ന ഭയം ഇവരുടെ ഉള്ളിൽ ഇൻസെക്യൂരിറ്റി ഫീൽ ആക്കുന്നത്. ഇവർക്കൊരു കാര്യം ചെയ്യാനുള്ള കോൺഫിഡൻസിനെയാണ് മൊത്തത്തിൽ ബാധിക്കുന്നത്. പല പെൺകുട്ടികളും ഇങ്ങനെ പൂച്ചകളെ പോലെ മാറി ഒരു കാര്യം ചെയ്യാൻ ഇതില്ലാതെ വളരെ നിൽക്കുന്നതിൻ്റെ ബേസിക് കാരണം ഇത്തരത്തിലുള്ള ഇൻസെക്യൂരിറ്റി ഇഞ്ചക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഇൻസെക്യൂരിറ്റിയുള്ള ഒരു പെൺകുട്ടി ഒരു കല്യാണം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലോട്ട് ചെന്ന് കയറി കൊടുക്കുമ്പോൾ അവൻ ഈ പറഞ്ഞ അവൻ്റെ ഭർത്താവ് അടിക്കും, ഇടിക്കും, ചവിട്ടും, തന്തയ്ക്ക് വിളിക്കും, തള്ളയ്ക്ക് വിളിക്കും, പച്ചത്തെറി പറയും, ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഹരാസ്മെൻ്റ് ചെയ്യും. പോവില്ല. ഭയോ, പുറത്തോട്ട് ഇറങ്ങാൻ ഭയോ പേടി. എന്താ കാരണം? സ്വന്തം അച്ഛനമ്മയും വീട്ടുകാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? പുറത്തോട്ട് ഇറങ്ങിയ പ്രശ്നമാണ്. പുറത്തോട്ട് ഇറങ്ങി ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാണ്. ഒരു ആണ് കൂടെ വീണു എന്നാണ്. ഒരു ആണിൻ്റെ തണലിൽ മാത്രം നിൽക്കാൻ പറ്റുള്ളൂ എന്നാണ്. ഒന്നുമില്ലാന്നേ. ഇതൊക്കെ പാരൻസിൻ്റെ മണ്ടത്തര. ഈ സ്വന്തം കുഞ്ഞുങ്ങളെ, പെൺമക്കളെ അടിമകളായിട്ട് വീട്ടിൽ ക്രിയേറ്റ് ചെയ്ത അവർ അടുത്ത വീട്ടിൽ ചെല്ലുമ്പോൾ അടിമകളായിട്ട് ജീവിക്കുള്ളൂ. മനസ്സിലായോ? അതായത് എപ്പോഴും കുഞ്ഞുങ്ങളെ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ നോക്കണം. നിനക്കൊരു പ്രശ്നം വന്നാൽ നീ മുന്നിട്ടിറങ്ങണം, നിനക്ക് വേണ്ടി നീ നിൽക്കണം. നിൻ്റെ ശരീരം എന്ന് പറയുന്നത് നിൻ്റെ അവകാശമാണ്. നിയമം നമുക്ക് ഇത്ര കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ പോട്ടെ പുല്ലെന്ന് പറയാൻ പഠിപ്പിക്കാൻ പറ്റണം വീടിൻ്റെ അകത്ത്. അതല്ലാതെ ഈ പറയുന്ന പലപ്പോഴും ഓരോ വീടുകളിലും ഏതോ ഒരുത്തിന് വേണ്ടി അവൻ്റെ അടിമയാവാൻ വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്ന സെന്ററാണ് പല വീടുകളും. ഒരു പെണ്ണിനെ പറഞ്ഞു അത് നിന്റെ വീടല്ല, അത് നീ ചെന്ന് കയറിയ വീടാണ്. അപ്പോൾ നമ്മളെന്തിനാ നമ്മളുടേതല്ലാത്തൊരു വീടുകളിൽ പോയിട്ട് നമ്മളെന്തിനാ അവിടെ പോയി നിൽക്കുന്നതെന്നൊരു ചോദ്യം വരില്ലേ? ഇപ്പം നമ്മളിപ്പോൾ പറയുന്ന സിറ്റുവേഷൻ, പാകിസ്ഥാൻ പലപ്പോഴും ഭീകരവാദികൾ ട്രെയിൻ ചെയ്യുന്ന സ്ഥലമോ. എന്തിനാ? ഈ ട്രെയിനിങ് കൊടുത്ത് മറ്റൊരു രാജ്യത്തോട്ട് നുഴഞ്ഞു കയറാൻ വേണ്ടി വിടാം. സെയിം പ്രക്രിയയാണ് നമ്മുടെ വീടുകളും. അതൊരു ട്രെയിനിങ് ക്യാമ്പാണ്. ചെറുതിലേ തൊട്ട് പറഞ്ഞിങ്ങനെ കൊടുക്കും. അതായത് മറ്റൊരുത്തിന് വേണ്ടി, മറ്റൊരുത്തിന്റെ വീട്ടിലോട്ട് വേണ്ടി, മറ്റൊരുത്തിന് വേണ്ടി ആ പെൺകുട്ടിനെ ആ വീടിന്റെ അകത്ത് അവന് വേണ്ടി, അവന്റെ അടിമയാവാനും വേണ്ടി, അവന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, അവനിൽ നിന്നുണ്ടാവുന്ന കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി ഉള്ള ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന അച്ഛനമ്മയും. ഒരിക്കലും ആ പെൺകുട്ടി 2 കാലിൽ നിൽക്കാനുള്ള ട്രെയിനിങ് പല വീടുകളിലും കൊടുക്കുന്നില്ല. അങ്ങനെ നല്ല ഭാര്യ ആവണമെങ്കിൽ എന്ത് വേണം? ഓപ്പോസിറ്റ് നല്ലൊരു ഭർത്താവ് വേണം. മനസ്സിലായോ? നല്ല അമ്മയാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഭർത്താവും കുഞ്ഞുങ്ങളും ഈ പറഞ്ഞ സ്ത്രീയോടും നന്നായിട്ട് പെരുമാറണം. നല്ലൊരു മരുമോളാവണമെങ്കിൽ എന്ത് ചെയ്യണം?
അമ്മായിമ്മ നന്നായിരിക്കണം ആ വീട്ടിൽ, മനസ്സിലായോ? ഇനി നല്ലൊരു അമ്മായിച്ചനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ചെന്ന് കയറുന്ന പെൺകുട്ടിയുടെ ക്വാളിറ്റി ഒന്നും അല്ല അത്. അവൾക്കൊന്നും ഇനി അത് ചെയ്യാൻ പറ്റില്ല. സ്വീകരിക്കുന്ന ആളുകൾ, അമ്മായിമ്മ, അമ്മായിച്ചൻ, ആ ഭർത്താവിൻ്റെ വീട്ടുകാർ, ഭർത്താവ്, ഇവരെല്ലാവരും ആ പെൺകുട്ടിക്ക് എന്ത് കൊടുക്കുന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഈ പെൺകൊച്ചി ഇതെല്ലാം കൊടുക്കാൻ വേണ്ടി ചെല്ലുന്നതല്ല. പക്ഷേ ട്രെയിനിങ് കൊടുക്കുന്ന പെൺപിള്ളിൽ എന്ത് ചെയ്യും? അവിടെ ചെല്ലും, ആദ്യം മിണ്ടാതിരിക്കും, ഇതെല്ലാം സഹിക്കും, കുറച്ച് കഴിഞ്ഞാൽ ചായ എടുത്തില്ലെങ്കിൽ പ്രശ്നം, അടുക്കളയിൽ കയറിയില്ലെങ്കിൽ പ്രശ്നം എന്ന് വേണ്ട. ആ വീട്ടിൽ ആ അമ്മായിമ്മ എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ടോ ഇതെല്ലാം ഇവള് ഇനി അനുഭവിക്കണം എന്നുള്ളൊരു ചിന്തയിലോട്ട് എത്തും. അതെ, പിന്നെ നിന്റെ വീടല്ല, നിന്റെ വീടാണെങ്കിൽ മാത്രം ഇങ്ങനെ ഇത്രയും സ്വാതന്ത്ര്യം എടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് മിക്ക ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അല്ലെങ്കിൽ ജനറേഷൻ ചേഞ്ച് ആയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു ജനറേഷൻ, ഞാൻ സോഷ്യൽ മീഡിയ യുഗം ആയതുകൊണ്ടാണ് കൂടുതൽ സോഷ്യൽ മീഡിയ കണക്ട് ചെയ്ത് ഒരു ജനറേഷൻ ചേഞ്ച് ആയിട്ടില്ല. അല്ല, സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഒരു കാര്യമാണ്. എന്ത് ജനറേഷൻ ചേഞ്ച് ആയിരിക്കുന്നത്? നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിന്റെ വേറൊരു ഡയമെൻഷനാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അല്ലാതെ ഇവിടെ ഒരു ജനറേഷനും ചേഞ്ച് ഇല്ല. ഏതൊരു ചെറുക്കനും വിവാഹം കഴിച്ചാൽ ആ പെൺകുട്ടി വീട്ടിലോട്ട് വന്ന് കയറി കഴിഞ്ഞാൽ അവന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള ആളാണെന്ന് തന്നെയാണ് അവനും ചിന്തിക്കുന്നത്. അവന് വേണ്ടിയിട്ട് നിൽക്കേണ്ട ആളും ആണെന്നാണ് ആ പെൺകുട്ടി ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ പരസ്പരം ധാരണ ഉണ്ടെങ്കിൽ നിൽക്കാം. മനസ്സിലായോ? ഒരു വീടിൻ്റെ അകം എന്ന് പറയുന്നത് 2 ടൈപ്പ് ജോലികൾ അവിടെ സംഭവിക്കണം. ഒന്ന് ആ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും, ഒന്ന് ആ വീട്ടിലോട്ട് വേണ്ട കാര്യങ്ങൾ നോക്കാനും. ഇത് രണ്ടുപേരും ഒന്നെങ്കിൽ പുറത്തോട്ട് ഇറങ്ങി ഉള്ളിലൊരു മെയ്ഡിനെ വെച്ച് കാര്യങ്ങൾ ചെയ്യാം. അതല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ ഉത്തരവാദിത്തം എടുത്തിട്ട് ആൺകുട്ടിക്ക് പുറത്തു വേണമെങ്കിൽ ജോലിക്ക് പോകാം. ഇല്ലെങ്കിൽ ആൺകുട്ടിക്ക് വീടിൻ്റെ അകത്തിരുന്ന പെൺകുട്ടിക്ക് പുറത്തേക്ക് ജോലിക്ക് പോകാം. ഇതിനകത്ത് ആർക്കാണ് ക്വാളിഫിക്കേഷൻ? ഇപ്പോൾ എല്ലാവർക്കും പഠിച്ച് ജോലി വാങ്ങണമെന്നുള്ള കഴിവൊന്നും ഉണ്ടാവണമെന്നില്ല. ചിലർക്ക് വർക്ക് അറ്റ് ഹോം ചെയ്യാം. അപ്പം ഇത് ഇങ്ങനെയാണ്, മനസ്സിലായോ? പക്ഷെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് മുഴുവൻ എന്താ? എൻ്റെ ഡിഫറൻറ്റാണ്. അപ്പോൾ അടിമകളെ ക്രിയേറ്റ് ചെയ്യുന്ന ഈ പറയുന്ന ഏതോ ഒരു ചെറുക്കിന് വേണ്ടി അവൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് പോലും അറിയാൻ പാടില്ല. മനസ്സിലായി? അവൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ മാനസികാവസ്ഥ അറിയാൻ പാടില്ല. അവർ എന്ത് ടൈപ്പ് ആൾക്കാരെന്ന് അറിയാൻ പാടില്ല. അവർ കണ്ടു, സ്റ്റാറ്റസ് നോക്കുന്നു, ആഹാ അവനൊരു ജോലി ഉണ്ട് നോക്കുന്നു. വിദ്യാഭ്യാസം ഉണ്ടാവണമെന്ന് കരുതി ബോധം ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. മനസ്സിലായോ? ഏതൊരു മനുഷ്യനും സൈക്കിക് ആയിട്ടുള്ള ആക്ടിവിറ്റിയിലോട്ട് കിടക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട, ചെറിയ സമയം മതി. പല പുരുഷന്മാരും പലപ്പോഴും സെക്ഷുവാലിറ്റിയിൽ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറം ഫാൻറ്റസികൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഈ കെട്ടിച്ച് വിടുന്ന പെൺകുട്ടി ആ പുതിയൊരു വീട്ടിലോട്ട് ചെന്ന് കയറി കൊടുക്കുമ്പോൾ അവൻ്റെ സെക്ഷൽ ഫാൻറ്റസി എന്താണെന്ന് പോലും അറിയാൻ പാടില്ല. മനസ്സിലായോ? പലപ്പോഴും അത് എക്സ്ട്രീം ലെവലായിരിക്കും, പെയിൻ അനുഭവിപ്പിച്ചിട്ടോ മറ്റേത് ലെവലിലായിരിക്കും. ഇതെങ്ങനെ അറിയാൻ പറ്റും? ഇത് എന്തറിഞ്ഞിട്ടാണ് ഒരു പെൺകുട്ടിയെ പറഞ്ഞു വിടുന്നത്? ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൃത്യമായി കൗൺസിലിംഗ് എടുത്ത് സെക്ഷുവാലിറ്റി ഉൾപ്പെടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അച്ഛൻ്റെ അമ്മയുടെ മാനസികാവസ്ഥ ഉൾപ്പെടെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, 2 ഫാമിലിയും ഒരു കൗൺസിലറിന്റെ അടുത്ത് പോയി കൗൺസിൽ എടുത്തതിന് ശേഷം മാത്രമേ ഒരു വിവാഹത്തിലോട്ട് പോകാൻ പാടുള്ളൂ. മനസ്സിലായി? അല്ലാതെ പോകരുത്. നമ്മൾ ഏതാണ്ട് പട്ടീനെ പൂത്തിനെ വാങ്ങണമെന്നല്ലോ. ഇപ്പം നമ്മളൊരു പട്ടിക്കുഞ്ഞിനെ വാങ്ങിച്ചു, അത് പ്രത്യേകിച്ച് അതിന് പ്രശ്നമൊന്നുമില്ല. അത് നമ്മളിനി അടിച്ചാലും കുഴപ്പമില്ല, തല്ലിയാലും കുഴപ്പമില്ല, ഭക്ഷണം കൊടുത്താൽ അത് അവിടെ കിടന്ന് ജീവിക്കും. ഇല്ല, ഏറ്റവും കൂടുതൽ കല്യാണം കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിയുമ്പോൾ ഈ ചുറ്റിലുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ വന്നിട്ട് ഈ വീട്ടിൽ വന്ന് ചോദിക്കും, പെൺകുട്ടി എങ്ങനെയുണ്ട്, ജോലിയൊക്കെ ചെയ്യുമോ, എങ്ങനെയുണ്ട് സ്വഭാവം, രാവിലെ എഴുന്നേക്കോ, കാര്യങ്ങളൊക്കെ ചെയ്യോ, അവൻ്റെ ഇതൊക്കെ ചെയ്യോ. എന്തിനാ അവൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ അവന് കഴിവില്ലെങ്കിൽ അവൻ ചെയ്യണ്ടാന്നേ. നാളെ ഒരിക്കലും ഈ പറഞ്ഞ പെൺകുട്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വയ്യായി കിടന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ പറയുന്നത് ചില പെൺകുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലെ കാര്യങ്ങൾക്ക് നോക്കി ഭർത്താവിൻ്റെ കാര്യങ്ങൾ, അത് ചില ഇഷ്ടങ്ങളുണ്ട്, അങ്ങനെയുള്ളവർ അങ്ങനെ പോട്ടെ. പക്ഷെ ഇത് എല്ലാവരും നിർബന്ധിക്കാനൊന്നും പറ്റുന്നില്ല. മനസ്സിലാവുന്നില്ല? ഇതൊരു അടിമത്തോ ആക്ച്വലി തിരിച്ച് എനിക്കിപ്പോൾ എല്ലാ ദിവസവും ചെയ്യുന്ന ഇഷ്ടമാണ്. ഒരു ദിവസം എൻ്റെ മെന്റൽ സ്റ്റേറ്റ് അനുസരിച്ചിട്ട് എനിക്ക് വയ്യാന്നുണ്ടപ്പോൾ അപ്പോൾ അയാളൊന്ന് ചോദ്യം ചെയ്യുകയാണ്, നീ എന്താ അത് ചെയ്യാതിരുന്നത്? ഇതിനൊരു ഒരു ഉദാഹരണം പറയാം. നമ്മളൊരു ബസ്സിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു അമ്മയും കുഞ്ഞും കയറാം. ഞാൻ പലപ്പോഴും കണ്ടു, ഞാൻ സ്ഥിരം കാണുന്നത്, ഇപ്പം ഞാൻ ബസ്സുകളിൽ കയറാറില്ല, സ്ത്രീകളെ എണീറ്റ് കൊടുക്കില്ല, പുരുഷന്മാരെയൊക്കെ എണീറ്റ് കൊടുക്കുന്നത്. അമ്മയും കുഞ്ഞും കയറി കഴിഞ്ഞാൽ സ്ത്രീകളുടെ മൈൻഡ് എന്ന് പറയുമ്പോൾ ഞാനും പ്രസവിച്ചിട്ടുള്ളതാണ്, നീ മാത്രമല്ല പ്രസവിച്ചിട്ടുള്ളത്, എനിക്ക് കുഞ്ഞിന് ബുദ്ധിമുട്ടുള്ള. ഇതാണ് ആറ്റിറ്റ്യൂഡ്. സ്ത്രീകളാണ് ഏറ്റവും വലിയ ശത്രു, ഒരിക്കലും പുരുഷന്മാരല്ല. മനസ്സിലായോ? ഒരു സ്ത്രീനെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയുന്നത് ഒരു സ്ത്രീക്കാണ്, ഒരിക്കലും പുരുഷനല്ല. ആ സ്ത്രീയാണ് മറ്റു പുരുഷന് പറഞ്ഞു കൊടുക്കുന്നത്, ഈ സ്ത്രീനെ നീ എങ്ങനെ കൺട്രോൾ ചെയ്യണം, ആ സ്ത്രീയുടെ വീക്ക്നെസ് പോയിന്റ് എന്താണ്, അത് എവിടെ പറയണം എവിടെ പറയരുതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് മറ്റൊരു സ്ത്രീ ആയിരിക്കും. ഇത് അനുസരിക്കുന്ന ഒരു ഉപകരണം മാത്രം പുരുഷന്മാർ. 90% അങ്ങനെയാണ്. കാരണം എന്താ പറയുക, പുരുഷന് ആ ബോധം ഇല്ല. സത്യം പറയാലോ, ഒരു സ്ത്രീനെ എങ്ങനെ മാനേജ് ചെയ്യണം, എന്ത് പറയണം, ഇത് എവിടെ ഹാൻഡിൽ ചെയ്യണമെന്നൊന്നും അറിയാൻ പാടില്ല. പക്ഷേ ഒരു സ്ത്രീക്ക് നന്നായിട്ട് അറിയാം എവിടെയാണ് ഇമോഷണൽ വീക്ക് ആക്കേണ്ടത്, എങ്ങനെയാണ് തളർത്തി കളയേണ്ടത് കൃത്യമായിട്ട് അറിയാം. പക്ഷേ പുരുഷന്മാരുടെ കാര്യം അറിയാം, എങ്ങനെയാണ് പറയേണ്ടത്, എന്ത് പറഞ്ഞാലാണ് ഫീൽ ആവുന്നത്. അപ്പോൾ ഇത്
ഇത് അങ്ങനെയാണ്, പക്ഷേ ഇത് പലപ്പോഴും തിരിച്ചറിയപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ.